വാസിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള കൽക്കി വന്നിട്ട് നമ്മ തമ്മിലാണ് ചേരാ, നീ എന്നെ പ്രേമിക്കണം എന്ന് പറയാണ്. പക്ഷെ വാസിനെ അവൾ ഒരു ഫ്രണ്ട് ആയിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളായിരുന്നു. ചെറുപ്പം മുതലേ അവനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് കൽക്കി. ഒരു ദിവസം വാസും കൽക്കിയും വാസിന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ഭീമയും കൂടി ഒരു ക്ലബിൽ പോകുന്നുണ്ട്. കൽക്കി അവിടെ നിന്ന് പോകുന്ന ടൈമില് വാസുവിനോട് യാത്ര പറഞ്ഞ് അവനെ കിസ് ചെയ്യുന്നുണ്ട്. അവള് കവളത്ത് കിസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. എപ്പോഴും അവൾ അങ്ങനെ ചെയ്യാറുണ്ട്. എല്ലാ ഫ്രണ്ട്സിനോടും അവൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. പക്ഷെ വാസു പെട്ടെന്ന് തിരിഞ്ഞതും അവന്റെ ലിപ്പിലായിട്ട് അവള് കിസ് ചെയ്യാണ്. ഇത് ഭീമ കാണുന്നുണ്ട്. അപ്പൊ തന്നെ ഭീമക്ക് ഇവരുടെ രണ്ടുപേരുടെയും ഫ്രണ്ട്ഷിപ്പിൽ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. എന്നാ ഭീമ അപ്പോ അത് വാസിന്റെ മുന്നിൽ കാണിക്കുന്നില്ല. അവൾ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. പിന്നീട് വാസിന്റെ ഭീമയുടെ റിലേഷൻഷിപ്പ് അങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കെ ഒരു ദിവസം ലൈക്ക് എന്ന് പറഞ്ഞ ഒരു ആപ്പില് പുതിയ ഒരു ഫീച്ചർ വരുന്നുണ്ട്. ലവേഴ്സ് തമ്മിൽ കൈ കോർത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ലവ് പെർസെന്റേജ് എത്രയാണെന്ന് അറിയാൻ പറ്റും. ഭീമ അത് നോക്കാമെന്ന് വാസിനോട് പറയുന്നുണ്ട്. അങ്ങനെ അവര് രണ്ടുപേരും ലവ് സ്കോർ നോക്കുന്ന സമയം 3% മാത്രമാണ് അവർക്ക് മാച്ച് കാണിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഈ ആപ്പിനെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഭീമ വാസുമായിട്ട് ബ്രേക്കപ്പ് ചെയ്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ ടൈമിലാണ് അവിടേക്ക് കൽക്കി വരുന്നത്. കൽക്കി അപ്പൊ വാസിനോട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ ഭീമ വന്ന് ഇങ്ങനെ കൈ കോർത്ത് പിടിച്ചു എന്ന് പറഞ്ഞ് കൽക്കിയുടെ കയ്യിലായിട്ട് അവൻ ചെയ്ത് കാട്ടിക്കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അവരുടെ രണ്ടുപേരുടെ ലവ് സ്കോർ നോക്കാണ്. അവരുടെ ലവ് സ്കോർ 93% കാണിക്കുന്നത്. ഇത് കണ്ടുവന്ന ഭീമാണെന്ന് വെച്ചാല് അപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ശരിക്കും നിങ്ങൾ തമ്മിലാണ് ചേരാ, എന്നോട് നിനക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഈ ഒരു ബ്രേക്കപ്പ് ഒന്നും കൂടി കോംപ്ലിക്കേറ്റഡ് ആവാണ്. എങ്ങനെയാണ് ഒരു ഫ്രണ്ട് ആയിട്ടുള്ള കൽക്കിനോട് എനിക്ക് 99% മാച്ച് കാണിക്കുന്നതെന്ന് വാസു അത്ഭുതപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിന് ശേഷം കൽക്കിയുടെ മനസ്സിലാണെങ്കിൽ ഇത്രയും മാച്ചൊക്കെ കാണിക്കുന്നുണ്ട് ഈ ഒരു ആപ്പ്, ഇനി ശരിക്കും ഞങ്ങൾ തമ്മിലാണോ ചേരേണ്ടത് എന്നുള്ള ഡൗട്ട് വരുന്നുണ്ട്. അവളും വാസിന്റെ അടുത്ത് ചെന്നിട്ട് ശരിക്കും നമ്മളാണ് ചേരേണ്ടത്, നമുക്ക് പ്രേമിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ വാസിന് ഭീമയെ മറന്ന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത് മാത്രമല്ല കൽക്കിയെ അവനൊരു ഫ്രണ്ടായി മാത്രമാണ് കണ്ടിട്ടുള്ളത്. വാസു സമ്മതിക്കാത്ത കണ്ട കൽക്കി അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോകുന്നുണ്ട്. പിന്നാലെ ഓടിക്കൊണ്ട് വാസും അവളെ കിസ് ചെയ്യാനായിട്ട് നോക്കാണ്. ഈ ഒരു ഭാഗം മോർഫ് ചെയ്തുകൊണ്ട് ആൾക്കാർ ഇവര് തമ്മിൽ കിസ് ചെയ്തു എന്ന് പറഞ്ഞുണ്ടാക്കുന്നുണ്ട്, വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഭീമയുടെ കയ്യിലെത്താണ്. അവൾ ഇത് കണ്ട് ഒരുപാട് കരയുന്നുണ്ട്. പക്ഷെ ആക്ച്വലി അന്ന് അങ്ങനെയൊന്നല്ല സംഭവിച്ചത്. വാസു കിസ് ചെയ്യാനായിട്ട് വന്നപ്പോ കൽക്കി അവനെ തള്ളി മാറ്റിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വാസുവിനായിട്ട് ചിന്തിച്ചു നോക്കാൻ പോലും പറ്റില്ല. എന്റെ മനസ്സിലെന്തോ ചെയ്താൻ കയറിയതാണ് സംഭവം. അത് മനസ്സിലാപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വാസു ഇപ്പൊ അവളോട് അങ്ങനെ ചെയ്തത്. പിന്നീട് എന്ത് പറ്റി ഇവരുടെ റിലേഷൻഷിപ്പ് എന്തായി എന്നല്ല അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു മൂവിയുടെ ഫുൾ പാർട്ട് കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.